കന്നി രാശിക്കാരെ, ഒരു ചെറുനേരം നിശ്ചലമായി നിൽക്കൂ. നിങ്ങളുടെ മുന്നിൽ കാണാത്ത ഒരു അദൃശ്യശക്തി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് മാറിത്തുടങ്ങിക്കഴിഞ്ഞു. ഈ നിമിഷം, ഈ സമയത്ത് ഒരു വലിയ ഗ്രഹചലനം നിങ്ങളുടെ ജന്മരാശിയെ ആഴത്തിൽ തൊടുകയാണ്. ഇത് സാധാരണൊരു മാറ്റമല്ല. ഇതാണ് ആക്ട് ചെയ്യുന്ന അത്ഭുതത്തിന്റെ ആദ്യ കൊടുമുടി. ഗുരുവിന്റെ പെയർച്ചി നിശബ്ദമായി തുടങ്ങിക്കഴിഞ്ഞു. കണ്ണീരിൽ കഴുകിയ സ്വപ്നങ്ങൾക്ക് പുതുജീവൻ നൽകുന്ന ഒരു തരംഗം പോലെ. അതിന്റെ പ്രഭാവം ഇന്നവിടെയാണ് ആരംഭിക്കുന്നത്. ആ 15 ദിവസങ്ങളായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്ന മാറ്റങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ മുഴുവൻ കഷ്ടാനുഭവങ്ങളെ മറികടക്കാൻ മതിയാകും. ഈ ഘട്ടം സാധാരണ ഒരു സമയം അല്ല. ജനം പറയാറില്ല. പക്ഷേ ഈ സമയത്ത് ആകാശത്തിൽ രൂപം കൊള്ളുന്ന ഗുരു ശനി രാഹുബന്ധം നൂറ്റാണ്ടുകൾ കൊണ്ട് ഒറ്റവട്ടം മാത്രമേ സംഭവിക്കാറുള്ളൂ. നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും ഒറ്റപ്പെട്ട അവസ്ഥ, ആരും മനസ്സിലാക്കാത്ത വികാരം, ചെറിയ തോന്നിയ കാര്യങ്ങൾ പോലും കയ്യിൽ നിന്നുപോയ അവസ്ഥ. പക്ഷേ അത് അവസാനിക്കാനിരിക്കുകയാണ്. ഈ സമയം പ്രപഞ്ചത്തിന്റെ ഉറവിടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അടയാളപ്പെടുത്തുന്നു. ഗുരുവിന്റെ ദേനം നിങ്ങളുടെ രാശിയിലേക്ക് പതിച്ചു തുടങ്ങി. കഷ്ടതകൾ നിശബ്ദമായി മാറുമ്പോൾ അതിന്റെ പകരം വരുന്നത് ആത്മവിശ്വാസം, ആത്മവീര്യം, ആത്മവിജയം. അടുത്ത 7 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം നിങ്ങളെ ജീവിതത്തിലെ പുതിയ ദിശയിലേക്ക് നയിക്കും. അത് ഒരു ഫോൺ കോൾ ആയിരിക്കും, ഒരാൾ പറഞ്ഞ ഒരു വാക്കായിരിക്കും, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു അവസരമായിരിക്കും. അതിന് പിന്നിൽ നിങ്ങളുടെ നാളുകളായുള്ള പ്രാർത്ഥനകളുടെ ഉത്തരം തന്നെയാണ്. ഗ്രഹദിശകൾ ഇപ്പോൾ ഒരു കൂട്ടായ്മയിലേക്ക് നീങ്ങുന്നു. ഒരു കാലത്ത് മുങ്ങിപ്പോയ സന്തോഷനിമിഷങ്ങൾ വീണ്ടും കരയിലേക്ക് ഒഴുകിയെത്തും. മണിപ്പൂരക ചക്രം ഉണരുന്ന സമയം എന്നു പറയാം ഈ ഘട്ടത്തെ. ധനഭാഗ്യത്തിന്റെ തീപ്പൊരി തൊട്ടുണരുന്നു. വർഷങ്ങളായി ആവർത്തിച്ച അതേ തൊഴിൽ, അതേ പണി, അതേ ചുറ്റുപാടുകൾ എല്ലാം പെട്ടെന്ന് ഉല്ലാസത്താലും മാറ്റത്താലും നിറയും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു മാറ്റം സംഭവിക്കും. ഉത്തരവുകൾ മാറും. മേൽനോട്ടമുള്ളവർ നിങ്ങളെ വീണ്ടും വിലയിരുത്തും. അതിൽ നിന്നുള്ള ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഓർക്കൂ, ഇതൊന്നും യാദൃശ്ചികമല്ല. ഗ്രഹങ്ങളുടെ നീക്കം തന്നെയാണ് ഈ വീണ്ടെടുപ്പിന്റെ കാരണം. മറ്റൊരു ശക്തി കൂടി ഇപ്പോൾ സജീവമായി തുടങ്ങുകയാണ്. അത് ശനി. ശനി തന്റേതായ നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങളെ തുരത്തിയതുപോലായി തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്ലാനറ്റ് നിങ്ങളെ പരീക്ഷിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. അത് ശിക്ഷയ്ക്കായുള്ളതല്ലായിരുന്നു, നിർമ്മാണത്തിനായുള്ളതായിരുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിന് ദിശയെ തന്നെ പുതുക്കാൻ പോകുന്ന ഒരു ഗ്രഹസമന്വയം നിലനിൽക്കുകയാണ്. രാഹു കേതു അക്ഷം മാറുമ്പോൾ മുമ്പ് തടസ്സമായിരുന്ന ചില ബന്ധങ്ങൾ മായുന്നു. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പഞ്ചമസ്ഥാനത്തിലേക്ക് തുറക്കുന്ന കവാടം പോലെയാണ്. പുതിയ പരിചയങ്ങൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ വാതിലുകൾ എല്ലാം തുറക്കാനിരിക്കുകയാണ്. ഈ ഘട്ടം നിങ്ങളെ അപ്രതീക്ഷിതമായ വിധിയിൽ ചേർത്ത് മാറ്റം വരുത്തും. ഇനി മുന്നോട്ടു പോവാനൊരു നാൾ പോലും വൈകരുത് എന്നുള്ള സന്ദേശം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് സഹജം തന്നെയാണ്. അത് ഗ്രഹങ്ങൾ നിങ്ങൾക്കായി അയക്കുന്ന സൂചനയാണ്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മാറ്റം മാത്രമല്ല, ഒരു തിരിച്ചുപിടുത്തം കൂടിയാണ്. നിങ്ങൾക്ക് ശരീരത്തിലോ മനസ്സിലോ ക്ഷീണം തോന്നിയേക്കാം ഇന്നലെ വരെ. പക്ഷേ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗുരുവിന്റെ ആശീർവാദം നിറയുന്ന ഈ സമയം നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ഉറങ്ങിനിന്ന ഭാഗ്യഗ്രഹം ഇപ്പോൾ ഉണരുകയാണ്. അതിന്റെ പ്രകാശം നിങ്ങളെ ആഴത്തിലുള്ള ഇരുണ്ടിയിൽ നിന്ന് പുറത്തെടുത്ത് മുന്നോട്ടു നയിക്കും. അടുത്ത 7 ദിവസങ്ങൾ അത്യന്തം നിർണായകമാണ്. അത് ആദ്യം ഘട്ടം എന്ന് പറയാം. ഈ ഘട്ടത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ഓരോ തീരുമാനവും വിത്തുപോലെ വളർന്ന് നിങ്ങളുടെ ഭാവിയെ കെടുകാരണങ്ങളില്ലാതെ പടർത്തും. ആത്മവിശ്വാസം കൈവിടരുത്. ഭയം ഇല്ലാതാക്കൂ. കാരണം നിങ്ങളെ നോക്കി ഇപ്പോൾ 150 വർഷത്തിനു ശേഷം ഉയർന്നുവരുന്ന ഒരു ഗ്രഹശക്തി നിലകൊള്ളുന്നു. അതിന്റെ ദൃഷ്ടി നേരെ നിങ്ങളുടെ രംഗത്ത് പതിയുകയാണ്. ഇതൊരു സാധാരണ സമയം അല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വരൂപം പുനരാഖ്യാനം ചെയ്യപ്പെടുന്ന രാത്രി ഇതാണ്. കന്നി രാശിക്കാരെ, നിങ്ങൾ ഇപ്പോഴും അത്ഭുതത്തെക്കുറിച്ച് സംശയിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. പക്ഷേ ഈ ഘട്ടം അത്രതന്നെ ശക്തമാണ്. ഇപ്പോൾ നടക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വിധിയുടെ രേഖകൾ പുനർരചന ചെയ്യുകയാണ്. ഗുരുവിന്റെ പെയർച്ചി നിങ്ങളുടെ ജീവനം സ്പർശിക്കുന്നുകൊണ്ടിരിക്കുന്നു. അത് തൊഴിൽ മേഖലയെ, ധനഭാഗ്യത്തെ, വിജയോർമ്മകളെ എല്ലാം നിശബ്ദമായി മാറ്റി എഴുതുകയാണ്. ആ 7 ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യത്തിനാണ് വലിയ അർത്ഥം. നിങ്ങൾ ദിവസങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന ഒരു ഓഫീസിൽ നിന്നുള്ള മറുപടി, ഒരു അപേക്ഷ, ഒരു തീരുമാനം, അത് പെട്ടെന്ന് നിങ്ങൾക്കായി പോസിറ്റീവ് ആയി മാറുന്നു.
അതാണ് ഈ സമയത്തിന്റെ അത്ഭുതം. പലരും കന്നി രാശിക്കാരെ തികഞ്ഞ കൃത്യതാ മനസ്സുള്ളവർ എന്നു പറയാറുണ്ട്. നിങ്ങൾ എന്തു ചെയ്താലും അതിൽ മനസ്സും പ്രയത്നവും വെക്കുന്നവർ. പക്ഷേ ആ പ്രയത്നം എത്രയോ തവണ ഫലം കാണാതെ പോയിരുന്നു. സംശയങ്ങളോടെ നിങ്ങൾ മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. പിന്നെ മണലിൽ പടിയിട്ടതുപോലെ സ്വപ്നങ്ങൾ പാറിപ്പോയി. എന്നാൽ ഇനി അങ്ങനെ അല്ല. ഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയെ പിന്തുണയ്ക്കാൻ തുടങ്ങുകയാണ്. ഓഫീസിൽ നിങ്ങളെ വിലയിരുത്തുന്നവർ ഇപ്പോൾ നിങ്ങളെ ഗൗരവമായി കാണുന്ന കാലമാണ്. നിങ്ങളുടെ പഴയ അടിച്ചമർത്തപ്പെട്ട കഴിവുകൾ തുറക്കപ്പെടും. നിങ്ങൾ ചെയ്ത ചെറിയ കാര്യം പോലും എല്ലാവരിലും അത്ഭുതം സൃഷ്ടിക്കും. പഴയ അനീതികൾക്ക് അന്ത്യം വരും. ഒരു സഹപ്രവർത്തകൻ നിങ്ങളെക്കുറിച്ച് നല്ലൊരു വാക്ക് പറയും. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തെ തുറക്കുന്ന കിരണം. ധനകാര്യമായി ഒരു സ്ഥിരത തേടിയിരുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയം കൂടി ഇതാണ്. വിരസമായിരുന്നു പോലെ തോന്നിയ പദ്ധതികൾ പെട്ടെന്ന് തുറക്കപ്പെടും. വീട്ടുകാർ വർഷങ്ങളായി ആഗ്രഹിച്ച ചെറിയ ആസനം പോലും ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു. ഈ ഘട്ടം രണ്ടാം ഭാഗ്യകെട്ട് എന്നാണ് ജ്യോതിഷങ്ങൾ പറയുന്നത്. അതായത് നക്ഷത്രങ്ങൾ വിന്യാസം മാറ്റിയപ്പോൾ കടന്നുപോയ ഭാഗ്യം തിരിച്ചെത്തുകയാണ്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചെറിയ പ്രേരണയൊന്നും അവഗണിക്കരുത്. കാരണം ആ പ്രചോദനം ആത്മീയമായ ഒരു ഹിതം തന്നെയാണ്. രാഹുവിന്റെ അക്ഷം ഇപ്പോൾ അതിന്റെ പ്രകോപനത്തിൽ നിന്നു മാറുന്നു. അതിനാൽ അതീവ സംഘർഷങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ശനിയുടേതായ നിരീക്ഷണം ഇപ്പോൾ നിങ്ങൾക്കു സഹായകരമാകുന്നു. തൊഴിൽ സ്ഥലത്തും പഠനത്തിലും എന്തു ചെയ്താലും വിധി നിങ്ങളെ പിന്തുണയ്ക്കും. എന്നാൽ ശ്രദ്ധിക്കുക, എല്ലാ അവസരങ്ങളും ശരിയായ സമയത്ത് ഉപയോഗിക്കണം. സാമ്പത്തികമായി അത് പറയാതെ വയ്യ. അടുത്ത 10 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷിക്കാത്ത വരുമാനം ഒന്നിനും തുല്യമല്ല. അത് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്ന വാതിൽ ആയിരിക്കും. ചിലർക്ക് അത് ഒരു ചെറിയ ബോണസ് ആയിരിക്കും. ചിലർക്ക് പഴയ വായ്പ അടയ്ക്കാനുള്ള അവസരം. ചിലർക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പണം. പക്ഷേ അതിന്റെ പിന്നിൽ ആകാശത്തിലെ ആ വലിയ ഗ്രഹചലനമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ നല്ല സമയമാണ്. കൂട്ടാളികളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ അവസാനിക്കും. പഴയ കരാറുകൾക്ക് പുതുജീവൻ കിട്ടും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു വിദേശ വ്യക്തി അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ പ്രധാന അവസരത്തിലേക്ക് നയിക്കും. ഇനി കുടുങ്ങിയ കാലം കഴിഞ്ഞു. നിങ്ങൾ പുറത്തിറങ്ങുകയാണ്. മൂന്നാമത്തെ കാര്യം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഗൂസ് ബംപ്സ് ഉണ്ടാകും. ആ വരുന്ന 7 ദിവസങ്ങളിൽ നിങ്ങൾ എഴുതിയ ഒരു കാര്യത്തിന് വിജയമെത്തും. അതാണ് നിങ്ങളെ ആത്മീയമായി വിരയ്ക്കുന്ന സമയം. ഞങ്ങളുടെ പരിശ്രമം വെറുതെയല്ലിരുന്നില്ല എന്ന് മനസ്സ് പറയും. അതെന്നല്ല, ഈ സമയത്തെ 3 പ്രധാന ഘട്ടങ്ങളിൽ ഒന്നായ വിജയോദയം ആരംഭിക്കുകയാണ്. ഈ ഘട്ടം ഭൂതകാലത്തിലെ കുറവുകൾ പൂർത്തിയാക്കുന്ന കാലമാണ്. അദൃശ്യമായ വിധിയുടെ രേഖകൾ മാറുകയാണ്. നിങ്ങളുടെ ജീവിതമുള്ള പാഠങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്ന പരീക്ഷകൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നു. എന്തിനാണ് കഴിഞ്ഞിടെ ആ തടസ്സം ഒട്ടും നീങ്ങാതിരുന്നതെന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അതിന്റെ പിന്നിൽ നിന്നത് രാഹുവിന്റെ പ്രതിബന്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ്. ഈ സമയത്ത് ബുദ്ധിപരമായ സമീപനം ആവശ്യമുണ്ട്. നക്ഷത്രങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുന്നില്ല. പറയുന്നത് നീ കഴിഞ്ഞൊക്കെ പഠിച്ചു, ഇനി മുന്നോട്ടു പോ എന്ന സന്ദേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അനന്തസാധ്യതകളുടെ വാതിൽ തുറക്കുന്നു. ഭാഗ്യം നിങ്ങളെ പിന്തുടരുന്നു. അത് ദിനംപ്രതി വ്യക്തമായി കാണാൻ തുടങ്ങും. എന്നാൽ ഗർവം വരരുത്. വിനയം നിലനിർത്തണം. അതാണ് ശനിയുടേതായ പാഠം. ധനസമൃദ്ധിയുടെ വഴിയിലൂടെ പേയാകുമ്പോൾ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കണം. കാരണം പ്രപഞ്ചം നിങ്ങളെ ഉയർത്തുന്നത് ആത്മാവിന്റെ വളർച്ചയിലേക്കാണ്, വെറും പണത്തിനു വേണ്ടിയല്ല. കന്നി രാശിക്കാരെ, ജീവിതത്തിലെ ബന്ധങ്ങൾ എന്നത് ചിലപ്പോൾ ഏറ്റവും വലിയ പരീക്ഷണമാണല്ലോ. നിങ്ങൾ കൊടുത്ത മനസ്സ് നിങ്ങളുടെ മുന്നിൽ മറുപടി കാണാത്തപ്പോൾ ആ വേദനയുടെ ആഴം സത്യം പറഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് പോലും സ്പർശിക്കാം. എന്നാൽ ഇപ്പോൾ ആ വേദനയുടെ സമുദ്രം അവസാനിക്കുന്നു. രാഹു കേതു അക്ഷം നിങ്ങളുടെ കുടുംബസ്ഥാനം വിട്ടു നീങ്ങുന്നതിനാൽ പഴയ ദൂരങ്ങൾ അടുക്കുന്നു. ഹൃദയം വിട്ടുപോയവർ വീണ്ടും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിത് ഒരു ആത്മീയ വളർച്ചയുടെ നിമിഷം തന്നെയാണ്. ഒറ്റപ്പെടലിന്റെ ശാന്തതയിൽ നിങ്ങൾ ബോധ്യപ്പെട്ടിരിക്കും. ആരെയും കുറ്റപ്പെടുത്താതെ ഏതൊക്കെ വിട്ടുപോയെന്നും. പക്ഷേ അതൊക്കെ നിർബന്ധമായിരുന്നു. പ്രപഞ്ചം നിങ്ങളെ ഒരാൾക്ക് നഷ്ടപ്പെടുത്തിയത് മറ്റൊരാൾക്കുള്ള വഴി തുറക്കാൻ തന്നെയാണ്. അടുത്ത 10 ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ തൊടുന്ന ഒരു സംഭാഷണം നടക്കും. അതിൽ ഉത്തരം ലഭിക്കും, എന്തിന് ഞാൻ ഇത്രയും അനുഭവിച്ചുവോ എന്ന നിങ്ങളുടെ ചോദ്യം. അതാണ് മൂന്നാം ഘട്ടം തുടങ്ങുന്ന സമയം. ബന്ധങ്ങൾക്കും ബന്ധുക്കൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കപ്പെടും. ഒരു ശനിയാഴ്ചയോ പുലർച്ചെയോ ചെറിയൊരു ശബ്ദം പോലെ
പോളുവിളി, സന്ദേശം, സന്ദർശനം, എന്തായാലും ഒരാളുടെ ആ ഓർമ്മ ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറും. നിങ്ങൾ വിട്ടുപോയത് എല്ലാം ഇനി തികച്ചും അവസാനിച്ചിട്ടില്ല, അത് മാറ്റം വരുത്താനാണ് മടങ്ങിയെത്തുന്നത്. കുടുംബത്തിൽ പഴയ വിഷമങ്ങൾ ശമിക്കും. വീട്ടിൽ ദൈർഘ്യമേറിയ മൗനം പുലർത്തിയ ഒരാൾ അപ്രതീക്ഷിതമായി തുറന്നു പറയും. നീ പറഞ്ഞത് ശരിയായിരുന്നു എന്നൊരു അംഗീകാരം ഉണ്ടാകും. അതിന്റെ ശക്തി നിങ്ങളെ കരയിപ്പിക്കും. അവിടെ തന്നെ നിങ്ങളാൽ അനുഭവിക്കുന്ന ആത്മീയ അനുരണനാണ് പ്രപഞ്ചസൂചന. ഇത് അതിന്റെ തുടക്കം മാത്രമാണ്. സ്നേഹബന്ധങ്ങൾ ഈ സമയത്ത് അത്യധികം പ്രതീക്ഷ നിറക്കുന്ന ഘട്ടത്തിലാണ്. നവഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇപ്പോൾ ഹൃദയജീവിതത്തിൽ അനുകൂലമായി നിലകൊള്ളുന്നു. നിങ്ങൾ പ്രണയബന്ധത്തിൽ ആണെങ്കിൽ ആ ബന്ധം കൂടുതൽ ആഴമേറുന്നു. പക്വതയോടും വിശ്വാസത്തോടും കുറിച്ചാണ് ഈ ഘട്ടം സംസാരിക്കുന്നത്. ചിലർക്കിത് പുതിയ പ്രണയത്തിന്റെയും തുടക്കമായി ആകും. പഴയ മനംമാറ്റങ്ങൾ പച്ചപ്പ് കാണുന്നത് പോലെ വേവലാതിയിൽ നിന്നുള്ള ആശ്വാസം ലഭിക്കുന്നു. രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രതീക്ഷ, ദയ, സത്യസന്ധത എന്ന 3 ഗ്രഹശക്തികൾ ഒരുമിക്കുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റൊരാളുടെ ആത്മാവിൽ കുതിര പൊട്ടിക്കയറും. അതിൽ നിന്നാണ് ഈ മാറ്റമുണ്ടാകുന്നത്. ആരോഗ്യപരമായി കണിഞ്ഞാൽ കഴിഞ്ഞതൊന്നും ചെറുതായിരുന്നില്ല. അലസത, അനിദ്ര, ഉത്കണ്ഠ ദീർഘമായി തുടർന്ന ദോസ് ആങ്ഷ്യസ് വൈബ്സ്. പക്ഷേ ഇപ്പോൾ ശരീരവും മനസ്സും പഴയ നിശബ്ദതയിൽ നിന്ന് ഉണരുകയാണ്. രക്തചംക്രമണം ശക്തമാകുന്നു. ഡൈജസ്റ്റീവ് വിഷയങ്ങൾ മെച്ചപ്പെടുന്നു. നിങ്ങളെ നാളുകളായി അലട്ടിയ തലവേദനയും ബുദ്ധിമുട്ടുകളും അടങ്ങും. പ്രായോഗികമായി പറഞ്ഞാൽ ഇതാണ് ഗുരുവിന്റെ ദയനം ശരീരതലത്തിൽ പ്രത്യക്ഷമാകുന്നത്. ആ നീരിപ്പോയ വികാരങ്ങൾ ഇപ്പോൾ ശാന്തതയിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ തന്നെ മാനസികതലത്തിൽ മറ്റൊരു മാറ്റം രൂപപ്പെടുന്നു. നിങ്ങൾ മുമ്പ് ചിന്തിച്ചിരുന്നത് പോലെ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. സംശയങ്ങൾക്കു പകരം വ്യക്തത വരുന്നു. പേടിക്ക് പകരം ധൈര്യം വരുന്നു. അനിശ്ചിതത്വത്തിന് പകരം ആത്മധാന്യം. ഇതെല്ലാം ഗുരുവിന്റെ പെയർച്ചയുടെ പാഠങ്ങളാണ്. അതത് ആത്മീയ മാർഗത്തിലെ വളർച്ചയുടെ ചിഹ്നം കൂടിയാണ്. വിദ്യാഭ്യാസരംഗത്ത് നിങ്ങൾ പഠിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ആയവർക്ക് ഇപ്പോൾ വിജയത്തിന്റെ മുഖം കാണാൻ സമയമായി. നാളുകളായി ചെയ്തുവരുന്ന പരിശ്രമങ്ങൾക്കു ഫലപ്രാപ്തി ലഭിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ പഠനവുമായി ബന്ധമുള്ളവർക്കും ഓൺലൈൻ പരീക്ഷകളുമായി ബന്ധപ്പെട്ടവർക്കും ഇതൊരു നല്ല അനുഗ്രഹസമയം തന്നെയാണ്. നിങ്ങൾക്ക് പിന്തുണ നൽകാത്തവർ പോലും ഇപ്പോൾ നിങ്ങളുടെ കഴിവ് അംഗീകരിക്കും. വിദേശ സാധ്യതകളെപ്പറ്റിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ നിങ്ങൾ ശ്രമിച്ചിരിക്കാം. വിസയോ കല്ലിലായ ശ്രമങ്ങളോ രൂക്ഷമായ നിരാകരണങ്ങളോ. എന്തായാലും അതൊക്കെ പിറകിൽ പോകുന്നു. ആ 30 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ആശയത്തിനോ ബന്ധത്തിനോ വഴിയിലൂടെ വിദേശബന്ധം വളർച്ചയ്ക്ക് വഴി ഒരുക്കും. ആ വഴി ഇപ്പോൾ തന്നെ തുറക്കുന്നുണ്ട്. ശനിയുടെയും കേതുവിന്റെയും സൂക്ഷ്മദൃഷ്ടി നിങ്ങളെ ആത്മീയ അധ്യയനത്തിലേക്കാണ് തള്ളുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം തേടാനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങുകയാണ്. നിങ്ങളിലേക്ക് തന്നെ നോക്കുന്ന തറവാട്ടിൽ കണക്കെടുത്ത് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിക്കാൻ പോകുന്നു. മേൽത്തലത്തിലുള്ള വിശ്വാസങ്ങൾ മാത്രമല്ല, ഹൃദയത്തിലേക്കുള്ള പ്രകാശവും നിങ്ങളിലേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ പുതിയതായി തിളങ്ങുന്നത് ചെറിയൊരു ദീപം പോലെ നിങ്ങളുടെ ആത്മാവിന്റെ കവാടത്തിലെ വെളിച്ചം. അത് ഗുരുവിൻ്റേതാണ്. അത് തികച്ചും നിഷ്കാമമായ കരുതലാണ്. തൊട്ടടുത്തയാൾക്ക് പോലും കാണില്ല. പക്ഷേ നിങ്ങൾ അനുഭവിക്കും. ആത്മീയമായി നിങ്ങളെ വളർത്തുന്ന ഒരു പുതിയ പാഠം പിറക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഒരു ആത്മബോധം കിട്ടാൻ സാധ്യതയുണ്ട്. കന്നി രാശിക്കാരെ, ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ആ യാത്രയുടെ അവസാനഘട്ടത്ത് എത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് നിങ്ങളെ പിരിച്ചുകളഞ്ഞ, തളർത്തിയ, സംശയിപ്പിച്ച എല്ലാത്തിനും ഒടുവിൽ അർത്ഥമുണ്ട് എന്ന് പ്രപഞ്ചം തെളിയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെ തടയാൻ ഒന്നുമില്ല. ഈ ഘട്ടം മൂലവിശുദ്ധിയുടെ സമയം എന്നു പറഞ്ഞാൽ അത്തരമാണ്. നിങ്ങൾ വിധിയുടെ പാഠങ്ങൾ പഠിച്ചു, ഹൃദയത്തിലെ ഇരുട്ടിനെ വെളിച്ചത്തിൽ മാറ്റി. ഇപ്പോൾ ഗതിമാത്രം ആവശ്യമുള്ളവരാണ്. ഗുരുവിന്റെയും ശനിയുടെയും ദൃഷ്ടി ഇപ്പോൾ നിങ്ങളെ സമർപ്പണത്തിനും വളർച്ചയ്ക്കും നയിക്കുന്നു. നിങ്ങൾ മുമ്പ് എന്ത് നഷ്ടമുണ്ടാക്കിയാലും അതിനു പകരം ഇപ്പോൾ അതിശയമായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ധർമ്മം ഇപ്പോൾ തെളിച്ചം കാണുന്നു. ആത്മാവിന്റെ പുസ്തകം തുറക്കുന്നു. ഒരിക്കലും വെറുതെ പോയിട്ടില്ല ഒന്നും. ഈ നാളുകൾ അതിന്റെ തെളിവാണ്. അടുത്ത 7 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു സംഭവം നിങ്ങളെ അകത്തുനിന്നും ഉണർത്തും. അത് മുതലാക്കുന്ന വാക്കോ അപ്രതീക്ഷിതമായൊരു അഭിമുഖമോ ആയിരിക്കും. അത് നിങ്ങളുടെ തിരിച്ചറിവ് പൂർത്തിയാക്കും. ആത്മാർത്ഥതയോടെ ചെയ്ത പ്രവൃത്തികൾക്കാണ് ഇപ്പോൾ പ്രതിഫലം ലഭിക്കുന്നത്. ആരും കൈയടിക്കില്ലെങ്കിലും പ്രപഞ്ചം കാണും. നിങ്ങൾ വേദനിച്ചിട്ടുള്ള എല്ലാ വാക്കുകൾക്കും മറുപടി കിട്ടും. അതാണ് ആത്മവിജയത്തിന്റെ ലക്ഷണം. നിങ്ങളുടെ വീടിനകത്തും ഇപ്പോൾ തണലായ മാറ്റം തുടങ്ങുകയാണ്. സദ്ഭാവം വീണ്ടെടുക്കൽ,
പരസ്പരം ക്ഷമിക്കാനുള്ള മനസ്സ്, ജീവിതത്തിലെ ചെറുകാര്യങ്ങളിൽ സന്തോഷം തിരിച്ചെടുക്കൽ, ഇതെല്ലാം ഒരേ സമയം സംഭവിക്കുന്നു. കുട്ടികളിൽ അഭിമാനം, മുതിർന്നവരിൽ സന്തോഷം, ജീവിത പങ്കാളിയിൽ മനസ്സിലാക്കൽ. ഈ പൂർണ്ണതയുടെ പ്രഭാവം തന്നെ ഗുരുവിന്റെ ദിശ. അത് വസ്തുവിഷയമായോ അവകാശമായോ അല്ല. ആത്മാവിനെ പൂർണ്ണമാക്കാനുള്ള ശ്രമം തന്നെയാണ് അതിന് പിന്നിൽ. ധനസമൃദ്ധി ഉറപ്പായി വർദ്ധിക്കുന്നു. കടങ്ങൾ കുറഞ്ഞുവരും. പക്ഷേ സാമ്പത്തികമായി ലഭിക്കുന്ന ഈ വളർച്ചയോടൊപ്പം നിങ്ങളെ മുന്നോട്ടു നയിക്കുന്നത് ആത്മീയമായ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ഭാഗ്യം ഒറ്റയ്ക്ക് നേടാനുള്ളതല്ല എന്ന സന്ദേശം ഇപ്പോൾ വ്യക്തമായി നിങ്ങൾക്കായി വരുന്നു. നിങ്ങൾ നേടുന്ന ഏതു പ്രതിഫലവും മറ്റൊരാളിന് പ്രചോദനമായി തീരട്ടെ. അതാണ് ഈ സമയത്തിന്റെ അർത്ഥം. നിങ്ങളിൽ ചിലർക്കിത് ഒരു പ്രത്യേക ശ്രദ്ധേയ ഘട്ടമായിരിക്കും. 150 വർഷങ്ങൾക്കു ശേഷം വരുന്ന ഗ്രഹസമന്വയം ഇപ്പോൾ നിങ്ങളുടെ രാശിയെ തൊടുകയാണ്. ഇത്രയും പ്രഭാവമുള്ളതല്ലാതെ മറ്റൊരു നിമിഷം കഴിഞ്ഞ പതിറ്റാണ്ടുകളിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ചിന്തകളുടെ തരംഗങ്ങൾ ഇപ്പോൾ വ്യക്തതയിലേക്കാണ് നീങ്ങുന്നത്. ഹൃദയത്തിൽ ഉറങ്ങിനിന്ന ശക്തി ഉണരുന്ന അനുഭവം നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഇനി ഭയപ്പെടേണ്ടതില്ല. ഇനി വൈകേണ്ടതില്ല. ഈ ഘട്ടം നിങ്ങളെ പുനർജനിപ്പിക്കുന്നത് പോലെ കൃത്യമായിരിക്കും. ഒരു പുതിയ കാലം തുടങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അത് വെറും ഉപമയല്ല. അത് ഒരു ബോധത്തിന്റെ മാറ്റം തന്നെയാണ്. പഴയ ചട്ടക്കൂടുകൾ പൊട്ടിത്തെറിക്കും. പഴയ ആശങ്കകൾ അപ്രസക്തമാകും. നിങ്ങളുടെ ആത്മാവിലെ ആ ആശ്വാസമുള്ള നിമിഷം വീട്ടിലിരുന്നാലും ദൈവാലയത്തിലിരുന്നാലും അന്തരത്തിൽ മുഴുങ്ങും. നൽകണം, പങ്കിടണം, വളരണമെന്നു പറയുന്ന ആ നാദം തന്നെയാണ് ദിവ്യശക്തിയുടെ ഭാഷ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു പുതുജന്മമാണ്. ശ്വാസമെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നു. മനസ്സിലെ ഭാരം ഇറങ്ങി ഓരോ ദിശയിലെയും വെളിച്ചം തെളിയുമ്പോൾ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും, ഇതൊക്കെയായിരുന്നു പ്രപഞ്ചത്തിന്റെ ആലിംഗനം. എന്നാൽ ഒരു മുന്നറിയിപ്പ് പോലെ പറയാം, ഈ ശക്തിയോടൊപ്പം വിനയം ആയിരിക്കണം. ശനി പാഠം പഠിപ്പിച്ചിരുന്നു, അതിനാണ് മുന്നോട്ടു പോകുമ്പോൾ തലതാഴ്ത്തൂ, ആത്മാവിനെ ഉയർത്തൂ എന്ന്. ജയത്തിന്റെ മധുരം ആത്മാവിൽ ആയിരിക്കണം, അഹങ്കാരത്തിൽ അല്ല. നിങ്ങളെ ഉയർത്തിയ പ്രപഞ്ചം നിങ്ങളെ വീഴ്ത്താനും അറിയും, അത് മറക്കരുത്. അതുകൊണ്ട് തന്നെ തീ കത്തിയിരിക്കുമ്പോൾ കരുണ ഉറങ്ങരുത്. ഈ നാളുകൾക്ക് ശേഷം ജീവിതം നിങ്ങളോട് പുതിയ വാക്കുകൾ സംസാരിക്കും, പുതിയ വഴികൾ കാണിക്കും, നിങ്ങളെ അനന്ത സാധ്യതകളുടെ പാതയിലേക്ക് നയിക്കും. പക്ഷേ എല്ലായിടത്തും മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ജീവിതം വെറും യാദൃശ്ചികമല്ല. അത് ഗ്രഹങ്ങളുടെ കഥയാണ്, ദൈവീക വിത്തുകളാൽ എഴുതിയ പ്രപഞ്ചവൃത്താന്തം. നിങ്ങളെ ഒരു ചെറിയ സംശയമുണ്ടാകും, ഇനി എന്ത്? അടുത്ത ഘട്ടം എന്തായിരിക്കും? അതിന്റെ മറുപടി അടുത്ത ആകാശഗണിതത്തിലാണ്. അത് മറ്റൊരു വിസ്മയം തന്നെയാണ്. ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും അതിന്റെ തിരിഞ്ഞുവരവ് ഏകം തന്നെ കാണും. അതുവരെ മനസ്സിൽ ഉറപ്പാക്കൂ, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ പ്രബുദ്ധമാണ്. ജീവിതത്തിന്റെ എല്ലാ താളങ്ങളിലും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ട്. അതുതന്നെയാണ് ഈ യാത്രയുടെ അർത്ഥം. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു പ്രഭാതരംഗം പടരുന്നുണ്ട്. അതുതന്നെ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പുതിയ ആരംഭം. വിശ്വസിക്കൂ, അത്ഭുതം ഇപ്പോൾ തന്നെ നടക്കുകയാണ്.